ഹലോ ഗൈസ്, രാവിലെ 5:30 എഴുന്നേറ്റ് മൂന്നാറിലേക്ക് ട്രിപ്പ് പോവാണ്. പോകുമ്പോൾ ആളുകളെല്ലാം നടക്കാനിറങ്ങിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പാലക്കാട് വഴിയാണ് പോകുന്നത്. പാലക്കാട് കോട്ടായി വഴി മങ്കര വഴി നെൽകൃഷി കാണുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൂരത്തേക്ക് നോക്കുകയാണെങ്കിൽ മഞ്ഞ്, അതായത് കോട അങ്ങനെ ഈ നെല്ലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പൊള്ളാച്ചി പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിനകത്ത് ഫുഡ് കഴിച്ചു. പോകുമ്പോൾ പിന്നെ ഈ തമിഴ്നാട് ഏരിയയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നിറച്ച് കാറ്റാടിപ്പാടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഉടുമ്പിൽപേട്ട റോട്ടിലാണ്. നല്ല വ്യൂ ആണ് കാണാനൊക്കെ. പിന്നെ നമ്മൾ ഉടുമ്പൽപേട്ട് എത്തി. അങ്ങനെ ഉടുമ്പൽപേട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ ഇരുവശവും നമുക്ക് നല്ല രീതിയിൽ മരങ്ങളെല്ലാം നട്ടുവളർത്തി, അതായത് പുളിമരങ്ങൾ വളർത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ പോയി അവസാനം ചിന്നാർ വാട്ടർ സാങ്ച്വറി റോഡിലേക്ക് കയറി. ചെറിയ റോഡാണ്, ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ള റോഡാണ്. പിന്നെ നല്ല എഡ്ജുണ്ട്. എഡ്ജ് ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ചു പോകേണ്ട റോഡാണ് ശരിക്കും ഇത്. അങ്ങനെ കുറേ എത്തി കഴിയുമ്പോൾ മൂന്നാറെത്താറാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തേയിലത്തോട്ടങ്ങൾ ഏതോ ഏരിയയിൽ നോക്കുകയാണെങ്കിലും തേയിലത്തോട്ടങ്ങൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും വ്യൂ ഉള്ളൊരു ഏരിയയിലേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളിവിടുന്ന് വെള്ളിയാഴ്ചയായിരുന്നു പോയിരുന്നത്. അപ്പോൾ മൂന്നാർ ടൗണിലെ ഫുഡ് കഴിച്ച് അവിടെ പള്ളിയിൽ പോയിട്ട് അങ്ങനെ തിരിച്ച് നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ റിസോർട്ടിലേക്ക് പോകുന്ന അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡിൽ നിന്ന് നേരെ റോഡിലേക്ക് തിരിഞ്ഞ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു. റിസോർട്ടിൻ്റെ വഴിയിലേക്ക് എൻട്രി ചെയ്തു. അതൊരു നല്ലൊരു കയറ്റം മുളകുള്ളൊരു റിസോർട്ടാണ്. പിന്നെ റിസോർട്ടിൽ നിന്ന് നേരെ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി റിസോർട്ടിലേക്ക് എൻട്രിയിലേക്ക് പോയിട്ട് റിസപ്ഷനിലേക്ക് പോയി. സുധീഷ് അവിടെ റിസപ്ഷനിസ്റ്റിനെ കണ്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് നല്ല വ്യൂ ഉള്ളൊരു ഏരിയ ആയിരുന്നു. മലയുടെ ചെരിയിലാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വ്യൂ ആണ്. അതായത് നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ റിസോർട്ട് പണി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ റൂമിലെത്തിയിട്ട് ഒരു ചായ ഉണ്ടാക്കി തരാണ്. ചായ പാൽപ്പൊടിയും കടക്കി അങ്ങനെ കുടിച്ച് നോക്കുമ്പോൾ മധുരം കുറവായിരുന്നു. പിന്നെ മധുരമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് കുടിച്ചതിന് ശേഷം നമ്മൾ ക്യാരംസ് അങ്ങോട്ട് നടത്തി ക്യാമ്പ് ഫയറും കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി.